DA ക്രമപ്പെടുത്തും, വിസ്മയ ബഡ്ജറ്റ് വരുന്നു. ഇതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഞാൻ ഈ വാർത്തകൾ ചെയ്യുമ്പോൾ ചില ആളുകൾ ചൊരിച്ചിലുണ്ട്. ഈ ചൊരിച്ചിലുള്ള ആളുകൾക്ക് ചൊരിച്ചിലാണ്, ചൊറിച്ചിലല്ല. ചൊരിച്ചിലുള്ള ആളുകൾ എന്നെ വിളിക്കും. കഴിഞ്ഞ ദിവസം ഒരു വനിത എന്നെ വിളിച്ചു. അത് ചൊറിച്ചിലൊന്നുമല്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വിളിച്ചതാണ്. എന്നോട് ചോദിക്കുന്നത്, താങ്കൾ എന്താണ് വിസ്മയം? അപ്പോഴേ എനിക്ക് മനസ്സിലായി ആള് പോക്കാണെന്ന്, കക്ഷി വേറെയാണ്. താങ്കൾ ആദ്യം പറഞ്ഞു പെൻഷൻ പ്രായം കൂട്ടുമെന്ന്. അതെ, ഞങ്ങൾ പറഞ്ഞു പെൻഷൻ പ്രായം കൂട്ടുമെന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു പെൻഷൻ പ്രായം കുറയ്ക്കുമെന്ന്. അതെ, ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ കൂട്ടുന്നില്ല എന്നാണ് സർക്കാർ തീരുമാനം. ഈ എന്നെ വിളിച്ച വനിത അടക്കമുള്ള, അത് പെൻഷൻ പറ്റിയ ആരോ ആണ്, പേരെനിക്ക് ട്രൂ കളറിലാണ്, ഞാൻ പറയുന്നില്ല, ആ വനിത ഉൾപ്പെടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എൻ്റെ വീഡിയോ കാണുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞങ്ങൾ ഗിമ്മിക്കുകളൊന്നും നടത്തുന്നില്ല, ഒരു കപട ഫാക്ടറിയും നടത്തുന്നില്ല, ഒരു കള്ള ഫാക്ടറിയും നടത്തുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ ഞങ്ങൾ പാസ് ചെയ്യുന്നു. ഒരു മീഡിയയാണിത്. ഇത് മീഡിയയാണ്. ധവളപത്രം പുറപ്പെടുവിച്ച, തയ്യാറാക്കിയ ഡോക്ടർ KM ചന്ദ്രശേഖരൻ IAS ഡോക്ടർ വീരമണിയും അടങ്ങുന്ന സംഘം അവർ പറഞ്ഞു പെൻഷൻ പ്രായം കൂട്ടണം. അപ്പോൾ സർക്കാർ ഇത് ഗൗരവമായി പരിഗണിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. പരിഗണിക്കുന്നെങ്കിൽ പരിഗണിച്ചോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ഒരു സോഷ്യൽ സമ്മർദ്ദം കൂടെ വരട്ടെ എന്ന് വിചാരിച്ചാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോഴാണ് യുവജന സംഘടനകളുടെയും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പ്രസ്താവന പുറത്തു വന്നത്. തൽക്കാലം അത് ആലോചിക്കുന്നില്ല, ഞങ്ങളുടെ പരിഗണനയിലില്ല. നമ്മളത് പറഞ്ഞു, വീണ്ടും വീഡിയോ പറഞ്ഞു. ഇനി നാളെ ബഡ്ജറ്റിൽ വീണ്ടും കൂട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് 19-ാം തീയതിയാണ് ബഡ്ജറ്റ്. ഒരു 16-17 ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടിപ്പും തൊങ്ങലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. ഞങ്ങൾ ഈ സെക്ടറിൽ നിൽക്കുന്നതല്ലേ, കിട്ടിയാൽ ഞങ്ങൾ വീണ്ടും വീഡിയോ ചെയ്യും. അപ്പോൾ കിട്ടുന്ന വാർത്ത, യഥാർത്ഥ അവസ്ഥ, സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുന്നതാണ് മീഡിയത്തിൻ്റെ ജോലി. ഒരു മീഡിയയുടെ ജോലി ഇതാണ്. ഞങ്ങൾ അതാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, DA ക്രമപ്പെടുത്തും. 8 പ്രാവശ്യമായി കൊടുക്കാനാണ് ബാലഗോപാൽ എഴുതിയിട്ടിട്ട് പോയത്. പക്ഷേ അത് എപ്പോൾ കൊടുത്തു തുടങ്ങണമെന്നുള്ളതിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളും കുതർക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ക്രമപ്പെടുത്തുമെന്നാണ് ഈ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതല്ലേ, ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 8 തവണ എന്നുള്ളത് ചിലപ്പോൾ കുറച്ചുകൊണ്ട് അത് PF-ലേക്ക് ലയിപ്പിക്കാനുള്ളത് PF-ലേക്ക് ലയിപ്പിക്കുകയും പെൻഷൻകാരുടേത് ക്യാഷായി കൊടുക്കുകയും ചെയ്യുമായിരിക്കും. എന്നിട്ട് ഇനി DA പെൻഡിങ് ഇല്ലാതെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുമായിരിക്കും. അതായിരിക്കും DA ക്രമപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. DA മാത്രമല്ല, രണ്ട് DR ഈ നേരത്തെ പെൻഷൻകാർക്ക് കുടിശ്ശിക ഉണ്ട്. അത് കുടിശ്ശിക എന്ന് പറഞ്ഞുകൂടാ, ട്രാപ്പായി, അതിന് കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. അത് പെൻഷൻകാരുടെ ഡിമാൻഡ് വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയും ഇവിടെ ഇരിപ്പുണ്ട്. അതും നിങ്ങൾ സർക്കാർ തരികയാണെങ്കിൽ അത് മേടിക്കുക. ഇപ്പോൾ DAയും DR-ഉം ക്രമപ്പെടുത്തും എന്നാണ് കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പെൻഷൻ പ്രായത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യ വിവരങ്ങൾ ധവളപത്രത്തിലെ വിവരം പറഞ്ഞു. ധവളപത്രത്തിൽ കിടപ്പുണ്ടല്ലോ. ധവളപത്രം ഈസ് ഓപ്പൺ ഡോക്യുമെൻ്റ്. അത് പബ്ലിഷ് ചെയ്ത മലയാളത്തിലെ ഓപ്പൺ ഡോക്യുമെൻ്റാണ്, ഇംഗ്ലീഷിലും. അതിലെ കിടന്ന കാര്യമാണ് ഞങ്ങൾ ഈ പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ്റിൽ അത് സാമ്പത്തിക താല്പര്യമോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ യുവാക്കൾ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതോ പെട്ടെന്ന് ഗവൺമെൻറ് കയറിയല്ലേ ഉള്ളൂ. 1-ാം വർഷം തന്നെ അത് കൂട്ടിയാൽ സ്വാഭാവികമായിട്ട് യുവാക്കളുടെ ഒരു പ്രതിഷേധം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് യുവാക്കളൊക്കെ കേരളം വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി പെട്ടെന്നൊരു പെൻഷൻ പ്രായം കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു എതിർപ്പുകൾ ഒരുപാട് വരും. അപ്പോൾ അത് വാങ്ങാൻ ചിലപ്പോൾ സർക്കാർ താല്പര്യപ്പെടുന്നില്ലാവോ. പൊളിറ്റിക്കലാണ് ആ വിഷയം, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ വർഷം ചെയ്യില്ലായിരിക്കും, 2 വർഷം കഴിഞ്ഞ് ചെയ്യുമായിരിക്കും, അത് നമുക്കറിയത്തില്ല. അതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ കാണാൻ. വീഡിയോയിൽ നമ്പർ വെച്ചിരിക്കുന്നത് നമ്മളെ വിളിച്ച് ചൊറിയാനോ തെറി പറയാനോ നിങ്ങളുടെ വിൻസ് ആൻഡ് ഫാൻസി പറയാനോ അല്ല. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ഞാൻ എൻ്റെ ഓഡിയൻസിൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫോൺ എടുക്കാൻ മാത്രം ഇരുന്നാൽ എത്ര സമയം വേണ്ടി വരും. എന്നാൽ ട്രൂ കാളറിൽ കാണാൻ പേരും കാണാം. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആൾ അത്യാവശ്യത്തിന് വിളിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കുമ്പോൾ, സാറേ പെൻഷൻ സാർ അന്ന് പറഞ്ഞു പെൻഷൻ പ്രായം കൂട്ടുമെന്ന്, ഇപ്പം സാറ് പറയുന്നു കൂട്ടൂലെന്ന്, ഏതാണ് സാറേ ശരി എന്ന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ചില ആളുകൾ വിളിച്ചിട്ട് ഞാൻ സർവീസിൽ 30 വർഷമായി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് അവരുടെ കോംപ്ലിക്കേറ്റഡായ വിഷയങ്ങൾ എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഇതിനിടയ്ക്ക് ഒരു തമാശ എന്താ അറിയാം, ഒരു ലീവ് എടുക്കുന്ന ഒരു കേസിന് പോലും എന്നെ വിളിച്ചു കളഞ്ഞു. അവർ പിന്നെ സർവീസിൽ കയറിയിട്ട് ഓണത്തിന് മുമ്പ്, കഴിഞ്ഞ സീസണിലാണ്, ഓണത്തിന് മുമ്പ് ലീവ് എടുത്തു. അപ്പോൾ ഓണം കഴിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ദിവസം കൂടി ലീവ് എടുത്തില്ലെങ്കിൽ മൊത്തം ലീവും കൂടി കണക്കാക്കുമോ സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വിളിയാണ്. സഫിക്സ് ചെയ്യുക, പ്രിഫിക്സ് ചെയ്യുക എന്നൊക്കെയുള്ള ലീവിൻ്റെ കാൽക്കുലേഷനുണ്ട്. ലീവ് സഫിക്സ് ചെയ്യുന്ന രീതിയുണ്ട്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഒരു ഉദ്യോഗസ്ഥയോ, അത് ഉദ്യോഗസ്ഥയുടെ അച്ഛനാണ് വിളിക്കുന്നത്, ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ അച്ഛനാണ് വിളിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണ്ടേ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദയവായി DA ക്രമപ്പെടുത്തും, DR ക്രമപ്പെടുത്തും, പിന്നെ ശമ്പള പരിഷ്കരണം കൃത്യമായി ഉണ്ടാകും. പെൻഷൻ പ്രായത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട്, കൂട്ടാതിരിക്കാനാണ് കൂടുതൽ സാധ്യത.